2020 ഇറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണ് ഓക്യുപേഷൻ റെയിൻഫോൾ. അന്യഗ്രഹ ജീവികളുടെ ഗ്രഹം നശിച്ചപ്പോൾ അവര് ഭൂമിയിലേക്ക് വന്നു. മനുഷ്യരാശിയെ മൊത്തം നശിപ്പിച്ച ശേഷം ഭൂമിയെ സ്വന്തമാക്കാമെന്നായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ മനുഷ്യരാശി അവര് പ്രതീക്ഷിച്ചതിനേക്കാൾ പവർഫുൾ ആയിരുന്നു. അതിനാൽ അവർക്ക് എളുപ്പത്തിൽ ഭൂമിയെ സ്വന്തമാക്കാൻ പറ്റിയില്ല. അങ്ങനെ മനുഷ്യരാശിയും അന്യഗ്രഹ ജീവികളും തമ്മിലുള്ള യുദ്ധമാണ് സിനിമയുടെ ഇതിവൃത്തം. അന്യഗ്രഹ ജീവികളും മനുഷ്യരും തമ്മിലുള്ള മഹായുദ്ധത്തിന്റെ രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. ഈ യുദ്ധം തുടങ്ങിയിട്ട് 3 വർഷത്തോളമായി. ഇതിനിടയിൽ 200 കോടിയിലേറെ മനുഷ്യരെ കൊല്ലപ്പെട്ടു. ലോകത്തിലെ പ്രധാനപ്പെട്ട ഒട്ടുമിക്ക സിറ്റികളും പൂർണ്ണമായും നശിച്ചു. അവിടെയെല്ലാം ഏലിയൻസ് അവരുടെ കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു. സ്വന്തം ഗ്രഹം വാസയോഗ്യമല്ലാതെ ആയപ്പോഴാണ് ഈ ഏലിയൻസ് ഭൂമിയെ കീഴടക്കാൻ വന്നത്. വളരെ നിഷ്പ്രയാസം ഭൂമിയെ സ്വന്തമാക്കാമെന്നാണ് അവർ കരുതിയത്. പക്ഷേ മനുഷ്യരാശി അവര് വിചാരിച്ചതിനേക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു. അതിനാൽ മനുഷ്യരുമായുള്ള യുദ്ധത്തിൽ പല ശതകോടി ഏലിയൻസും കൊല്ലപ്പെട്ടു. ഈ യുദ്ധമൊന്നും വേണ്ടെന്ന് പറയുന്ന കുറെ നല്ല ഏലിയൻസുമുണ്ട്. ഗ്രേസ് എന്നാണ് ഈ നല്ല ഏലിയൻസിനെ പറയുന്നത്. അവരിൽ കുറച്ചുപേര് ഇപ്പോൾ മനുഷ്യരുടെ കൂടെയാണ്. ഏലിയൻസിന്റെ സീക്രട്സ് ഒക്കെ പറഞ്ഞുകൊടുത്ത് അവരെ സ്വന്തം വർഗത്തെ തന്നെ തോൽപ്പിക്കാൻ മനുഷ്യരെ സഹായിക്കുകയാണ്. ഓസ്ട്രേലിയയിലെ സിഡ്നി എന്ന സിറ്റിയിലെ രംഗമാണ് അടുത്തു കാണിക്കുന്നത്. ഓസ്ട്രേലിയയിൽ ഏലിയൻസ് ഇതുവരെ കീഴടക്കാത്ത കുറച്ച് സിറ്റികളിൽ ഒന്നാണ് സിഡ്നി. ഏലിയൻസിന്റെ ആക്രമണത്തിൽ സിറ്റി മുഴുവൻ തകർന്നു കിടക്കുകയാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഇവിടെ യുദ്ധം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ ദിവസവും സിറ്റിയിലെ മനുഷ്യരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതിനാൽ ഇനിയും അധികം വൈകാതെ തന്നെ സിറ്റിയിലുള്ള എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വരും. സിഡ്നിയിലെ അവശേഷിക്കുന്ന ജനങ്ങൾ മൊത്തം മിലിറ്ററിക്കാരുടെ ഒരു അണ്ടർഗ്രൗണ്ട് ബങ്കറിലാണ് ജീവിക്കുന്നത്. ഈ സമയം സിഡ്നിയിലെ ഒരു സംഘം പട്ടാളക്കാര് സിഡ്നിക്ക് സമീപമുള്ള ഒരു ഏലിയൻ കോളനിയിൽ പോവുകയായിരുന്നു. സിനിമയിലെ പ്രധാന കഥാപാത്രമായ മാറ്റ് ആണ് ഈ ടീമിന്റെ ലീഡർ. ഈ കോളനിയിൽ കുറെ മനുഷ്യരെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവരെ രക്ഷിക്കാനാണ് ഇവര് പോകുന്നത്. ടീമിനെ സഹായിക്കാൻ കുറച്ച് ഗ്രേസും കൂടെയുണ്ട്. കോളനിയിൽ എത്തിയതും മാറ്റ് ആർമിക്ക് സിഗ്നൽ അയച്ചു. ഉടനെ കുറെ ജെറ്റ് വിമാനങ്ങൾ വന്ന് കോളനിയെ ആക്രമിച്ചു. അപ്പോൾ ഭൂരിഭാഗം ഏലിയൻസും ആ ജെറ്റുകളെ ആക്രമിക്കാൻ പിന്നാലെ പോയി. ആ തക്കത്തിൽ മാറ്റും ടീമും കോളനിയിൽ കയറി ബാക്കിയുള്ള ഏലിയൻസുമായിട്ട് ഫൈറ്റ് ചെയ്തു. കണ്ണിൽ കാണുന്ന എല്ലാ ഏലിയൻസിനെയും അവർ കൊന്നുകളയുകയാണ്. ഗ്രേസും ടീമിനൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം അവിടെ പിടിച്ചിട്ടിരുന്ന മനുഷ്യരെ എല്ലാം രക്ഷിച്ചു. അതിനിടയിൽ കുറച്ച് ഏലിയൻ കുട്ടികൾ ഒളിച്ചിരിക്കുന്നത് മാറ്റ് കണ്ടു. സഹതാപം തോന്നിയിട്ട് അവൻ ആ കുട്ടികളെ മാത്രം ഒന്നും ചെയ്തില്ല. പിന്നെ ഏലിയൻസിന്റെ എന്തെങ്കിലും സീക്രട്സ് കണ്ടെത്താൻ കഴിയുമോ എന്നറിയാൻ മാറ്റും കുറച്ചു പേരും കൂടെ അവിടുത്തെ കൺട്രോൾ സെന്ററിലേക്ക് പോയി. അപ്പോഴാണ് അവിടെ ഒരു ഏലിയൻ കമാൻഡർ വന്നത്. ആ ഏലിയൻ വളരെ സ്ട്രോങ് ആയ സ്യൂട്ടൊക്കെ ധരിച്ചിട്ടുണ്ട്. അതിനാൽ മാറ്റും കൂട്ടരും എത്ര ശ്രമിച്ചിട്ടും അതിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം ഒരുത്തനാണെങ്കിൽ സ്യൂട്ടിനകത്തൊരു ഗ്രനേഡ് ഇട്ടു കൊടുത്തു. അങ്ങനെ ആ ഏലിയൻ പൊട്ടിച്ചിതറി. ശേഷം മാറ്റും സംഘവും രക്ഷപ്പെടുത്തിയ മനുഷ്യരെയും കൊണ്ട് കോളനിയിൽ നിന്ന് രക്ഷപ്പെട്ടു. തൊട്ടു പിന്നാലെ ജെറ്റുകൾ തിരിച്ചുവന്ന് കോളനിയെ മൊത്തം ബോംബുകൾ ഇട്ട് നശിപ്പിച്ചു കളഞ്ഞു. ഈ സമയം അമീലയും അവളുടെ അച്ഛൻ എബ്രഹാമും പിന്നെ ഗാരി എന്നൊരു ഏലിയനും കൂടെ സിഡ്നിക്ക് സമീപമുള്ള മറ്റൊരു സിറ്റിയിലൂടെ നടക്കുകയായിരുന്നു. ഈ സിറ്റി മൊത്തം നശിച്ചു കിടക്കുന്നത് കാണാം. കുറെ ദൂരം നടന്നപ്പോൾ കുറച്ച് ഗ്രേസിനെ കണ്ടുമുട്ടി. ഈ ഗ്രേസ് വിളിച്ചിട്ടാണ് ഇവരിവിടെ വന്നത്. ഏലിയൻസ് ഇപ്പോൾ റെയിൻഫോൾ എന്ന സാധനം തേടുകയാണ്. ഈ ലോകത്തെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള എന്തോ ഒരു സാധനമാണ് റെയിൻഫോൾ. അത് ഏലിയൻസിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരാശി ബാക്കിയുണ്ടായിരിക്കില്ല. ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഗ്രേസ് ഇവരെ വിളിച്ചു വരുത്തിയത്. ശേഷം 3 പേരും കൂടെ തിരിച്ച് സിഡ്നിയിലെ അണ്ടർഗ്രൗണ്ട് ബങ്കറിൽ പോയി. ഹെയ്സ് ആണ് ഈ ബങ്കറിന്റെ കമാൻഡർ. അബ്രഹാം ഹെയ്സുമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. അബ്രഹാം യഥാർത്ഥത്തിൽ മറ്റൊരു സിറ്റിയിലെ കമാൻഡർ ആയിരുന്നു. ആ സിറ്റി നശിച്ച ശേഷം അയാളുടെ അവശേഷിച്ച മിലിറ്ററിക്കാരെയും കൊണ്ട് ഈ സിറ്റിയിലേക്ക് വന്നതാണ്. ഇതേപോലെ വേറൊരു സിറ്റിയിലെ കമാൻഡറായ വില്യവും അവന്റെ പട്ടാളക്കാരും ഇപ്പോൾ ഇവരുടെ കൂടെയാണ്. അതിനാൽ ഹെയ്സിനെ പോലെ തന്നെ വില്യമിനും അബ്രഹാമിനും ഇവിടെ പവറുണ്ട്. എന്തായാലും അവര് സംസാരിക്കുന്നതിനിടയിൽ അവിടെ മാറ്റും കൂട്ടരും എത്തി. മാറ്റും കൂട്ടരും ഹെയ്സിന്റെ ആളാണ്. കുറച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ച് മീറ്റിംഗ് നടത്തി. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഏകദേശം എല്ലാ സിറ്റികളും ഏലിയൻസ് കീഴടക്കിയിട്ടുണ്ട്. നമുക്കും ഇനിയും അധികം നാളുകൾ ഏലിയൻസിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. അതിനാൽ എത്രയും വേഗം എല്ലാവരെയും കൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് ഹെയ്സ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ചു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് റെയിൻഫോൾ എന്നൊരു സംഭവത്തിനെ കുറിച്ച് പല ഗ്രേസും നമ്മളോട് പറഞ്ഞു എന്ന കാര്യവും അമീലിയ മീറ്റിംഗിൽ അവതരിപ്പിച്ചു. നേരത്തെ മാറ്റ് ഏലിയൻസിന്റെ കൺട്രോൾ
സെന്ററിൽ പരിശോധിച്ചപ്പോൾ അതിലും റെയിൻഫോൾ എന്ന വാക്ക് കണ്ടിരുന്നു. ആ കാര്യം മാറ്റും പറഞ്ഞു. അപ്പോഴാണ് വില്യം ഒരു കാര്യം ഓർത്തത്. അമേരിക്കയിലെ ഏരിയ 51 പോലെ ഓസ്ട്രേലിയയിൽ പൈൻ ഗ്യാപ്പ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഗവൺമെന്റ് സീക്രട്ട് ആയിട്ട് പല റിസർച്ചുകളും നടത്തുന്നുണ്ടായിരുന്നു. ആ സ്ഥലത്തിന്റെ കോഡ് നെയിമും റെയിൻഫോൾ എന്നാണ്. പക്ഷേ ഏലിയൻസ് പറയുന്ന റെയിൻഫോളും പൈൻ ഗ്യാപ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വില്യമിന് അറിയില്ല. എന്നിരുന്നാലും അവൻ ആ കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്തു. അതുപോലെ ഗാരിയും ഒരു കാര്യം പറഞ്ഞു. നേരത്തെ കണ്ട സ്ട്രോങ് ആയ സ്യൂട്ടൊക്കെ ധരിച്ചു വന്ന ഏലിയൻ യഥാർത്ഥത്തിൽ ആൻഷ്യൻ വാരിയേഴ്സ് എന്ന വിഭാഗത്തിൽ പെടുന്ന ഏലിയനാണ്. സാധാരണ യുദ്ധത്തിന് പോലും ഇറങ്ങാത്ത അവര് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇറങ്ങാറുള്ളൂ. ഒരുപക്ഷെ അവര് റെയിൻഫോൾ തേടിയായിരിക്കും വന്നത്. അങ്ങനെയെങ്കിൽ റെയിൻഫോൾ തീർച്ചയായും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് ഗാരി പറയുന്നത്. എന്നാൽ പിന്നെ അതെന്താണെന്ന് അന്വേഷിക്കണമെന്ന് ഹേയ്സ് തീരുമാനിച്ചു. അതിനുവേണ്ടി പൈൻ ഗ്യാപ്പിലേക്ക് പോകാൻ അവൻ മാറ്റിനെയും ഗാരിയെയും തിരഞ്ഞെടുത്തു. ശേഷം എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഇവാക്യുവേറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയിൽ ഗാരി 2 വോക്സുകളെ കൂടെ കയറ്റി. നായകളെ പോലെ തന്നെ ഭയങ്കര ലോയലായ ഏലിയൻ ജീവികളാണ് വോക്സ്. ഏലിയൻസ് വന്നപ്പോൾ അവരുടെ ഗ്രഹത്തിൽ ബാക്കിയുണ്ടായിരുന്ന സകല ജീവികളെയും കൂടെ കൊണ്ടാണ് വന്നത്. അതിനാൽ ഇതുപോലത്തെ പല ജീവി വർഗങ്ങളെയും ഇപ്പോൾ ഭൂമിയിൽ എല്ലായിടത്തും കാണാം. എന്തായാലും ജനങ്ങളെയും കൂടെയുള്ള ഗ്രേസിനെയും എല്ലാം മിലിറ്ററി വണ്ടികളിൽ കയറ്റിയ ശേഷം ഇവാക്യുവേഷൻ തുടങ്ങി. എല്ലാ വണ്ടികളിലും പ്രൊട്ടക്ഷന് വേണ്ടി കുറച്ച് മിലിറ്ററിക്കാരുമുണ്ട്. വണ്ടികൾ ബങ്കറിൽ നിന്നും പുറത്തു വന്ന ഉടനെ ഏലിയൻസ് ആക്രമിക്കാൻ തുടങ്ങി. എയർക്രാഫ്റ്റുകളിലാണ് ഏലിയൻസ് ആക്രമിക്കുന്നത്. ഭാഗ്യത്തിന് മനുഷ്യരുടെ പക്കലും ധാരാളം ജെറ്റുകളുണ്ട്. അങ്ങനെ 2 കൂട്ടരും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റായി. വണ്ടികളിലുള്ള മിലിറ്ററിക്കാരും ഏലിയൻസിനെ ആക്രമിക്കുന്നുണ്ട്. ഒരു വണ്ടിയിലിരുന്ന് മാറ്റും ഗാരിയും ആക്രമിക്കുകയാണ്. അതിനിടയിലാണ് വണ്ടിയിൽ മാർക്കസ് ഒളിച്ചിരിക്കുന്നത് കണ്ടത്. അമീലിയയുടെ സഹോദരനാണ് മാർക്കസ്. അവന് അഡ്വഞ്ചറസ് ആയിട്ടുള്ള മിലിറ്ററി മിഷൻസിനൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അമീലിയ ഒരിക്കലും അവനെ പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കാറില്ല. അതിനാൽ മാറ്റിന്റെ കൂടെ ഈ ദൗത്യത്തിന് പോകണമെന്ന് കരുതിയിട്ടാണ് അവൻ ആരും കാണാതെ വണ്ടിയിൽ കയറി ഒളിച്ചിരുന്നത്. എന്തായാലും കുറെ നേരം ഏലിയൻസ് വണ്ടികളെ ആക്രമിച്ചു. ഇടയ്ക്കൊരു വണ്ടിക്ക് തീ പിടിക്കുകയും ചെയ്തു. ഭാഗ്യത്തിന് കൂടുതൽ വണ്ടികളെ തകർക്കുന്നതിന് മുന്നേ ജെറ്റുകളെല്ലാം കൂടി ഏലിയൻ എയർക്രാഫ്റ്റുകളെ മൊത്തം വെടിവെച്ച് തകർത്തു കളഞ്ഞു. അങ്ങനെ എല്ലാ വണ്ടികളും സേഫ് ആയിട്ട് സിറ്റി കടന്നു. ഇതേ സമയം ബങ്കറിൽ ഇപ്പോഴും കുറെ പേര് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അമീലയും എബ്രഹാമും കൂടെ ഗ്രേസിനെയും ജനങ്ങളെയും വണ്ടികളിൽ കയറാൻ സഹായിക്കുകയായിരുന്നു. അതിനിടയിൽ അവിടെ ഏലിയൻസ് വന്ന് ആക്രമണം തുടങ്ങി. അതിനു പുറമെ ബഹിരാകാശത്തിലുള്ള ഏലിയൻ മദർഷിപ്പ് സിഡ്നിയിലേക്കൊരു ബോംബ് അയച്ചു. അത് അകലെ നിന്ന കുറച്ച് സോൾജേഴ്സ് കണ്ടു. ഉടനെ അവർ ആ കാര്യം ഹെയ്സിനെ വിളിച്ചറിയിച്ചു. അപ്പോൾ ഏലിയൻസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യണമെന്ന് ഹെയ്സ് ഉത്തരവ് നൽകി. പക്ഷെ ഇനിയും വണ്ടികളിൽ കയറാനായിട്ട് ഒരുപാട് ഗ്രേസും ജനങ്ങളുമുണ്ട്. എന്നിരുന്നാലും വേറെ നിവൃത്തിയില്ലാത്തതിനാൽ കഴിയുന്ന എത്ര ജനങ്ങളെയും ഗ്രേസിനെയും ഒക്കെ വണ്ടികളിൽ കയറ്റിയ ശേഷം മിലിറ്ററിക്കാര് ബങ്കറിൽ നിന്ന് പുറത്തു വന്നു. പുറത്തു കടന്ന ഉടൻ തന്നെ ബങ്കറിന് മുകളിൽ ബോംബ് വന്നു വീണു. അങ്ങനെ ജസ്റ്റ് മിസ്സിനാണ് ഇവര് രക്ഷപ്പെട്ടത്. ബങ്കറിൽ ബാക്കിയുണ്ടായിരുന്നവരെല്ലാം ചാമ്പലാവുകയും ചെയ്തു. കുറെ ദൂരം പോയ ശേഷം ഒരിടത്തെത്തിയപ്പോൾ മാറ്റും ഗ്രേയും മാർക്കസും കൂടെ വോക്സുകളുടെ പുറത്തു കയറി പൈൻ ഗ്യാപ്പിലേക്ക് യാത്രയായി. വണ്ടികളാണെങ്കിൽ മറ്റൊരു വഴിയിലൂടെ ബ്ലൂ മൗണ്ടെയിൻസ് എന്ന പർവ്വത നിരയിലേക്കാണ് പോയത്. അവിടെ പർവ്വതത്തിനുള്ളിൽ ഒരു സീക്രട്ട് മിലിറ്ററി ബേസ് ഉണ്ട്. അത് വളരെ വലിയൊരു ബേസ് ആണ്. ഹെയ്സ് ആണ് ഈ ബേസിന്റെ നേതാവ്. കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് ഹെയ്സും അവന്റെ ആൾക്കാരും ഇവിടെ വെച്ച് സീക്രട്ട് ആയിട്ട് പല പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. ഏലിയൻസിനെ നശിപ്പിക്കാനുള്ള പരീക്ഷണങ്ങളാണ് മൊത്തം. അവൻ എബ്രഹാമിനും വില്യമിനും ബേസ് മുഴുവൻ കൊണ്ടു നടന്ന് കാണിച്ചു കൊടുത്തു. ഈ സമയം മറ്റ് 3 പേരും യാത്രയിലായിരുന്നു. പോകുന്ന വഴിക്ക് പലയിടത്തും സിറ്റികളൊക്കെ നശിച്ചു കിടക്കുന്നത് കാണാം. അതുപോലെ നിരവധി ഏലിയൻ സ്പേസ്ഷിപ്പുകളും തകർന്നു കിടക്കുന്നതും കാണാം. ഇടയ്ക്ക് ഒരിടത്തെത്തിയപ്പോൾ കുറച്ച് ഏലിയൻസ് മനുഷ്യരെ ആക്രമിക്കുന്നത് കണ്ടു. ഉടനെ 3 പേരും കൂടെ ചെന്ന് ആ ഏലിയൻസിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. എന്നിട്ട് ആ ഏലിയൻസിന്റെ വണ്ടിയിൽ കയറി രക്ഷപ്പെടാമെന്ന് കരുതിയതും അവിടെ എയർക്രാഫ്റ്റുകളിലും വണ്ടികളിലുമായിട്ട് വീണ്ടും കുറച്ച് ഏലിയൻസ് വന്നു. അതിലൊരെണ്ണത്തിൽ ഒരു ആൻഷ്യന്റ് വാരിയറുമുണ്ട്. ഗാരിയും മാർക്കസും പെട്ടെന്ന് വെടിവെച്ച് കൊന്ന ഏലിയൻസിന്റെ വണ്ടിയിൽ കയറി അവിടുന്ന് പോയി. അതിനിടയിൽ മാറ്റ് വണ്ടിയിൽ കയറാത്തത് ഗാരി ശ്രദ്ധിച്ചില്ല. മാറ്റ് ആണെങ്കിൽ ആൻഷ്യന്റ് വാരിയറിന്റെ വണ്ടിക്ക് മുകളിൽ ചാടിക്കേറി. പിന്നാലെ വരുന്ന ഏലിയൻസിന്റെ വണ്ടിയിൽ മാറ്റിനെ കണ്ടപ്പോഴാണ് മാറ്റ് വണ്ടിയിൽ കയറാത്ത കാര്യം മാർക്കസും ഗാരിയും ശ്രദ്ധിച്ചത്. മാർക്കസ് ഏലിയൻസിന്റെ എയർക്രാഫ്റ്റുകളെയൊക്കെ വെടിവെച്ച് തകർക്കാൻ തുടങ്ങി. മാറ്റ് ആണെങ്കിൽ വണ്ടിക്ക് മുകളിൽ നിന്ന് ആൻഷ്യന്റ് വാരിയറുമായിട്ട് ഫൈറ്റിംഗ് ആയിരുന്നു. ആൻഷ്യന്റ് വാരിയർ മാറ്റിനെ പുല്ല് പോലെ തൂക്കിയടിച്ചു. എത്ര ശ്രമിച്ചിട്ടും മാറ്റിന് ആ ഏലിയനെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോഴാണ് അവനൊരു ഐഡിയ തോന്നിയത്. അവൻ വണ്ടിയുടെ ഡോറ് തുറന്നിട്ട് ഒരു ഗ്രനേഡ് എടുത്ത് അകത്തിട്ട് കൊടുത്തു. എന്നിട്ട് അത് പൊട്ടിത്തെറിക്കുന്നതിന് മുന്നേ വണ്ടിയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. പക്ഷേ നിർഭാഗ്യവശാൽ ബോംബ് പൊട്ടിയിട്ടും ആൻഷ്യൻ വാരിയറിന് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ വീണ്ടും ആ ഏലിയനുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റായി. അവൻ പല രീതിയിലും ആക്രമിച്ചെങ്കിലും ഏലിയനെ വീഴ്ത്താൻ സാധിച്ചില്ല. അവസാനം ഏലിയൻ മാറ്റിനെ കൊല്ലാൻ നിന്നതും പെട്ടെന്ന് വോക്സുകൾ വന്ന് ഏലിയനെ കടിച്ചു കയറി കൊന്നുകളഞ്ഞു. അപ്പോഴേക്കും ബാക്കി ഏലിയൻസിന്റെ വണ്ടികളെയും എയർക്രാഫ്റ്റുകളെയും ഒക്കെ തകർത്ത് കളഞ്ഞിട്ട് മാർക്കസും ഗാരിയും കൂടെ തിരിച്ചു വന്നു. ഈ സമയം ഇവിടെ മിലിറ്ററി ബേസിൽ അമീലിയയും അവളുടെ ഫ്രണ്ട് ഡെനീസും കൂടെ ഗ്രേസിനെ തേടുകയായിരുന്നു. ഇവിടെ എത്തിയ ശേഷം പിന്നെ ഗ്രേസിനെ ഒന്നും ആരും കണ്ടിട്ടില്ല. അങ്ങനെ അവരെ നോക്കി നടക്കുന്നതിനിടയിൽ ഒരിടത്ത് പ്രവേശനരഹിതമായ ഒരു മുറി കണ്ടു. മുറിക്ക് മുന്നിൽ സെക്യൂരിറ്റികൾ നിൽപ്പുണ്ട്. ഡെനീസ് ചെന്ന് സെക്യൂരിറ്റികളുടെ ശ്രദ്ധ തിരിപ്പിച്ച തക്കത്തിൽ അമീലിയ ആ മുറിയിൽ കയറി നോക്കി. സംഭവം അത് വലിയൊരു ലാബ് ആയിരുന്നു. അവിടെ എന്തൊക്കെയോ ബയോ വെപ്പൺസിനെ കുറിച്ചാണ് റിസർച്ച് ചെയ്യുന്നത്. അതെന്താണെന്ന് പരിശോധിക്കുന്നതിനിടയിൽ അവിടെ ആരോ കയറി വരുന്നത് കണ്ടു. അവൾ ഉടനെ പുറത്തു കടക്കാമെന്ന് കരുതി വേറൊരു വാതിൽ വഴി ഇറങ്ങി ഓടിയതും ചെന്നെത്തിയത് വലിയൊരു കൊറിഡോറിലായിരുന്നു. അതിന്റെ രണ്ട് വശങ്ങളിലും നിരവധി സെല്ലുകളുണ്ട്. നോക്കിയപ്പോൾ എല്ലാ സെല്ലുകളിലും ഗ്രേസിനെ അടച്ചിട്ടിരിക്കുകയാണ്. വെറുതെ അടച്ചിട്ടിരിക്കുക മാത്രമല്ല, അവരുടെ ദേഹത്ത് ക്രൂരമായ പല പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. അത് കാരണം പല സെല്ലുകളിലെയും ഗ്രേസ് മരിച്ചു കിടക്കുകയാണ്. അതൊക്കെ കണ്ട് അമീലിയയ്ക്ക് ആകെ സങ്കടമായി. അവള് സെല്ലുകൾ തുറക്കാൻ നോക്കി. പക്ഷെ അപ്പോഴേക്കും അവിടെ സെക്യൂരിറ്റികൾ എത്തി അവളെ പിടികൂടി. ഇവിടെ മാറ്റും കൂട്ടരും രാത്രിയായപ്പോൾ ഒരിടത്ത് തമ്പടിച്ചു. എന്നിട്ട് തീയൊക്കെ കൂട്ടി ആഹാരം വെച്ച് കഴിക്കുന്നതിനിടയിൽ സമീപത്ത് എന്തോ ഒരു മുരൾച്ച കേട്ടു. അത് സൈലിക് എന്ന വളരെ ഡേഞ്ചറസ് ആയ ഒരു ജീവിയുടെ ശബ്ദമാണെന്ന് ഗാരിക്ക് മനസ്സിലായി. നിമിഷങ്ങൾക്കകം സൈലിക് എത്തി. അത് ചിലന്തിയെ പോലെ തോന്നിക്കുന്ന വളരെ ഭീമാകാരമായ ഒരു മോൺസ്റ്റർ ആണ്. 3 പേരും കൂടെ അതിനെ ആക്രമിച്ചു. പക്ഷെ എത്ര ആക്രമിച്ചിട്ടും അതിനൊരു പോറല് പോലും പറ്റുന്നില്ല. അതിനിടയിൽ അവിടെ 2 ആൻഷ്യന്റ് വാരിയേഴ്സും വന്നു. അവരെ ഗാരി നേരിടാൻ പോയി. ഗാരിയുടെ പക്കലും ആൻഷ്യൻ വാരിയേഴ്സിനുള്ളത് പോലത്തെ കത്തിയുണ്ട്. കാരണം യഥാർത്ഥത്തിൽ അവനും പണ്ടൊരു ആൻഷ്യന്റ് വാരിയർ ആയിരുന്നു. അത് വെച്ച് അവൻ 2 പേരെയും ഫൈറ്റ് ചെയ്തു. ഈ സമയം മറ്റു 2 പേരും കൂടെ സൈലിക്കിനെ ആക്രമിക്കുകയായിരുന്നു. വോക്സുകളും പറ്റുന്നത് പോലെയൊക്കെ സൈലിക്കിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സൈലിക്ക് മാർക്കസിനെയും വോക്സുകളെയും അടിച്ചു വീഴ്ത്തി. എന്നിട്ട് മാർക്കസിനെ കൊല്ലാൻ നിന്നതും മാറ്റ് വലിയൊരു തോക്ക് കൊണ്ട് അതിനെ വെടിവെക്കാൻ തുടങ്ങി. ഉടനെ സൈലിക്ക് മാറ്റിനെ ആക്രമിക്കാൻ വന്നു. നിർഭാഗ്യവശാൽ കൃത്യസമയത്ത് അവന്റെ തോക്ക് കേടായി പോയി. അങ്ങനെ അവസാനം അതവനെ കൊല്ലാൻ വേണ്ടി ചാടി വന്നതും പെട്ടെന്ന് അതിന്റെ മണ്ടയിൽ ആരോ മിസൈൽ അയച്ചു. അങ്ങനെ സൈലിക്ക് പൊട്ടിച്ചിതറി. ആ വിസ്ഫോടനം കാരണം ആൻഷ്യന്റ് വാരിയേഴ്സിന്റെ ശ്രദ്ധ മാറിപ്പോയി. ആ തക്കത്തിൽ ഗാരി 2 വാരിയേഴ്സിനെയും കൊന്നുകളഞ്ഞു. ശേഷം സമീപത്തെ മലയ്ക്ക് മുകളിൽ നോക്കിയപ്പോൾ അവിടെ പീറ്ററും അവന്റെ മകൾ ബെല്ലയും നിൽക്കുന്നത് കണ്ടു. അവരാണ് സൈലിക്കിനെ മിസൈൽ അയച്ച് കൊന്നുകളഞ്ഞത്. അവര് മാറ്റിനെയും കൂട്ടരെയും അവരുടെ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴാണ് അവര് ഗ്രാമത്തിലെത്തിയത്. പീറ്റർ ശരിക്കും പണ്ട് മാറ്റിന്റെ കൂടെ ഫൈറ്റ് ചെയ്തിരുന്ന ഒരു മിലിറ്ററിക്കാരനാണ്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ പീറ്ററും പിന്നെ കുറെ പേരും ചേർന്ന് ഫൈറ്റിംഗ് എല്ലാം നിർത്തിയിട്ട് കാട്ടിനുള്ളിൽ വന്ന് ഇങ്ങനെ ഒരു ഗ്രാമം റെഡിയാക്കി. അങ്ങനെ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് അവർ ഈ ഗ്രാമത്തിൽ സമാധാനത്തോടെ ജീവിക്കുകയാണ്. 3 പേരും കുറെ നേരം പീറ്ററിന്റെ വീട്ടിൽ വിശ്രമിച്ചു. ശേഷം പൈൻ ഗ്യാപ്പിലേക്ക് പോകാൻ റെഡിയായി. അപ്പോൾ ഞങ്ങളും നിങ്ങളെ സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞ് പീറ്ററും ബെല്ലയും അവർക്കൊപ്പം ഇറങ്ങി. ഈ സമയം ഇവിടെ ബേസിൽ അമീലിയയെ സെക്യൂരിറ്റികൾ ഹെയ്സിന്റെ പക്കൽ കൊണ്ടുവന്നു. അവളെ കൊണ്ട് എവിടെയെങ്കിലും പൂട്ടിയിടാൻ ഹെയ്സ് പറഞ്ഞു. എന്നാൽ അപ്പോഴാണ് അവിടെ എബ്രഹാം അവന്റെ ആൾക്കാരുമായിട്ട് എത്തിയത്. അമീലിയ ഉടനെ ലാബിൽ കണ്ട കാര്യങ്ങളെല്ലാം എബ്രഹാമിന് പറഞ്ഞു കൊടുത്തു. എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എബ്രഹാം ചോദിച്ചു. അപ്പോൾ ഹെയ്സ് സത്യം പറഞ്ഞു. സംഭവം ഹെയ്സിനെ ഏലിയൻസിനോട് മൊത്തം വെറുപ്പാണ്. ഗ്രേസിനെ പോലും അവൻ ഇഷ്ടമല്ല. ഏലിയൻസിനെ എങ്ങനെയൊക്കെ കൊല്ലാൻ പറ്റുമെന്നറിയാനുള്ള പരീക്ഷണങ്ങളാണ് ലാബിൽ നടത്തുന്നത്. അതിനു പുറമെ ഏലിയൻസിനെ മൊത്തം കൊന്നുകളയാൻ പ്രാപ്തിയുള്ള ഒരു ബയോ വെപ്പണും ഹെയ്സിന്റെ ആൾക്കാര് റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ അതുപയോഗിച്ചാൽ നല്ല ഏലിയൻസും മരിച്ചുപോകും. അതിനാൽ അതുപയോഗിക്കാൻ പാടില്ലെന്ന് അമീലിയ പറഞ്ഞു. എന്നാൽ മനുഷ്യരാശിയുടെ ഭാവിക്ക് വേണ്ടി ഇത് ചെയ്തേ പറ്റൂവെന്നാണ് ഹെയ്സ് പറയുന്നത്. അങ്ങനെ 2 കൂട്ടരും തമ്മിൽ തർക്കമായി. തർക്കത്തിന്റെ അവസാനം 2 കൂട്ടരും തോക്കുകളെടുത്ത് പരസ്പരം ചൂണ്ടുകയും ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് വില്യം അവന്റെ ആൾക്കാരെയും കൊണ്ടുവന്നത്. ആദ്യം അവൻ ഹെയ്സിന്റെ പക്ഷത്താണ് നിന്നത്. എന്നാൽ ഹെയ്സിന്റെ ബയോ വെപ്പണിനെ കുറിച്ച് കേട്ടതും അവൻ എബ്രഹാമിന്റെ പക്ഷത്തായി. അങ്ങനെ അവര് 2 കൂട്ടരും ചേർന്ന് ഹെയ്സിനെയും അവന്റെ ടീമിനെയും പിടിച്ചുകെട്ടി. അപ്പോൾ ഇനി ഈ ബേസിന്റെ പുതിയ നേതാവ് എബ്രഹാമാണ്. കുറച്ചു കഴിഞ്ഞതും വലിയ കുറെ സ്പേസ്ഷിപ്പുകളുമായിട്ട് ബേസിന് പുറത്ത് ഏലിയൻസ് എത്തി. യുദ്ധം നിർത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ ബേസിന്റെ നേതാവ് പുറത്തിറങ്ങി വരണമെന്ന് പറഞ്ഞ് ഏലിയൻസ് റേഡിയോ വഴി അറിയിപ്പ് നൽകി. അങ്ങനെ എബ്രഹാം പുറത്തിറങ്ങിപ്പോയി. അമീലിയയെയും കൊണ്ടാണ് പോയത്.
എന്നാൽ അതൊരു ചതിയായിരുന്നു. എബ്രഹാം ഏലിയൻസിന്റെ അടുത്തെത്തിയതും ഏലിയൻസിന്റെ ലീഡർ എബ്രഹാമിനെ കുത്തി കൊന്നുകളഞ്ഞു. അങ്ങനെ മനുഷ്യരും ഏലിയൻസും തമ്മിൽ യുദ്ധം തുടങ്ങി. ഭാഗ്യത്തിന് അതിനിടയിൽ അമീലിയ തിരിച്ച് ബേസിലേക്ക് ഓടി രക്ഷപ്പെട്ടു. എല്ലാവരും യുദ്ധത്തിന്റെ തിരക്കിലായതിനാൽ ആർക്കും ഹെയ്സിനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ തക്കം നോക്കി ഹെയ്സിനോട് കൂറുള്ള ഒരുത്തൻ വന്ന് ഹെയ്സിനെയും ടീമിനെയും കെട്ടഴിച്ചുവിട്ടു. ഉടൻ തന്നെ അവനും അവന്റെ ടീമും ബേസിന്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുത്തു. എന്നിട്ട് എത്രയും വേഗം ബയോ വെപ്പൺസ് ഒക്കെ ഉപയോഗിക്കാൻ തക്ക വിധത്തിൽ റെഡിയാക്കി വെക്കാൻ ഹെയ്സ് ഉത്തരവിട്ടു. വില്യമിന്റെയും എബ്രഹാമിന്റെയും ആൾക്കാർ മൊത്തം പുറത്ത് ഏലിയൻസുമായിട്ട് യുദ്ധത്തിലായതിനാൽ അവർക്ക് ഹെയ്സിനെയും അവന്റെ ആൾക്കാരെയും തടയാൻ പറ്റിയില്ല. ഈ സമയം ഡെനീസും മറ്റു ചിലരും ചേർന്ന് ബേസിലുള്ളവരെയൊക്കെ സേഫ് ആയിട്ട് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. ഇവിടെ മാറ്റും കൂട്ടരും പൈൻ ഗ്യാപ്പിലെത്തി. അവിടെ ഒരു വലിയ റിസർച്ച് സെന്റർ ഉണ്ട്. അവർ അതിനകത്ത് കയറി നോക്കിയപ്പോൾ ആദ്യം ആരെയും കണ്ടില്ല. എന്നാൽ മുകളിലത്തെ നിലയിൽ നിന്നും എന്തോ ശബ്ദം കേട്ട് അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ബഡും അവന്റെ ഫ്രണ്ട് സ്റ്റീവും ഉണ്ടായിരുന്നു. ബഡ് ശരിക്കും ഒരു ഉയർന്ന ഗവൺമെന്റ് ഒഫീഷ്യലാണ്. പുറത്തിറങ്ങാൻ പേടിയായതിനാൽ ഇവര് രണ്ടുപേരും ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. സ്റ്റീവ് യഥാർത്ഥത്തിൽ കുറച്ചു നാളുകൾക്ക് മുന്നേ റെയിൻഫോൾ തേടി ഇവിടെ എത്തിയതാണ്. പക്ഷെ അവൻ നല്ല ഏലിയൻ ആയതുകൊണ്ട് റെയിൻഫോൾ കണ്ടെത്തിയ കാര്യം ഏലിയൻസിനെ അറിയിക്കാതെ ഇവിടെ ബഡിന്റെ കൂടെ തന്നെ അങ്ങ് കൂടി. മാറ്റ് അവരോട് റെയിൻഫോളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവര് എല്ലാവരെയും കൊണ്ടൊരു ലാബിലേക്ക് പോയി. അതിനകത്ത് വലിയൊരു ഉൽക്കയുണ്ടായിരുന്നു. ഇതാണ് ഏലിയൻസ് അന്വേഷിക്കുന്ന റെയിൻഫോൾ. സംഭവം ഏതാണ്ട് 70 വർഷങ്ങൾക്ക് മുന്നേ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നുമാണ് ശാസ്ത്രജ്ഞർ ഇതിനെ കണ്ടെത്തിയത്. പക്ഷെ ഇത് വെറും സാധാരണ ഉൽക്കയല്ല, മറിച്ച് ഇതൊരു ആർട്ടിഫിഷ്യൽ ആസ്ട്രോയിഡ് ആണ്. ഈ ഏലിയൻസ് ആണ് ഇത് നിർമ്മിച്ചത്. 6.5 കോടി വർഷങ്ങൾക്ക് മുന്നേ ഏലിയൻസ് ആണ് ഇതിനെ ഭൂമിയിലേക്ക് അയച്ച് ഡൈനോസേഴ്സിനെയൊക്കെ കൊന്നുകളഞ്ഞത്. ഏലിയൻസ് അവരുടെ ഗ്രഹത്തിൽ നിന്നും ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുൻപാണ് അവർ ഈ ഉൽക്കയെ ഇങ്ങോട്ട് അയച്ചത്. അതായത് കഴിഞ്ഞ 6.5 കോടി വർഷക്കാലം അവര് ഭൂമിയിലേക്കുള്ള യാത്രയിലായിരുന്നു. ഭൂമിക്ക് സമീപത്തെത്തുന്നതുവരെ എല്ലാ ഏലിയൻസും ക്രയോസ്ലീപ്പിലായിരുന്നു. ഡൈനോസേഴ്സ് മൊത്തം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയെ കീഴടക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരിക്കില്ലെന്നാണ് ഏലിയൻസ് കരുതിയത്. അതുമാത്രമല്ല, ഏലിയൻസ് ഭൂമിയിലെത്തുമ്പോഴേക്കും ഉൽക്ക വീണുണ്ടായ ആഘാതമെല്ലാം തീർന്ന് ഭൂമി വാസയോഗ്യമായ രീതിയിലായി മാറുകയും ചെയ്യും. അങ്ങനെ നിസ്സാരമായിട്ട് ഏലിയൻസിന് ഭൂമിയെ കോളനിവൽക്കരിക്കാനുമാകും. ഇതായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ ഈ 6.5 കോടി വർഷങ്ങൾ കൊണ്ട് മനുഷ്യരാശിയെ പോലെ ഒരു വർഗം ഉണ്ടാകുമെന്നോ ഇങ്ങനൊരു വർഗം ഇത്രയേറെ പുരോഗമിക്കുമെന്നോ ഏലിയൻസ് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ മനുഷ്യന്റെ ടെക്നോളജി കാരണം ഒരുപാട് ഏലിയൻസും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും പണ്ടത്തെ പോലെ ഒരു സർവനാശം വിതച്ചാൽ മാത്രമേ ഭൂമിയെ അവർക്ക് സ്വന്തമാക്കാൻ കഴിയൂവെന്ന് ഏലിയൻസിന് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ ഈ ഉൽക്കയെ തേടുന്നത്. ഇതിനെ ബഹിരാകാശത്തിൽ എടുത്തുകൊണ്ട് പോയ ശേഷം വീണ്ടും ഭൂമിയിലേക്ക് അയച്ചാൽ മനുഷ്യരാശിയെ ഒരുമിച്ച് നശിപ്പിക്കാൻ കഴിയും. ഇതാണ് ഏലിയൻസിന്റെ ഇപ്പോഴത്തെ പ്ലാൻ. അങ്ങനെ സ്റ്റീവും ബഡും കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. മാറ്റ് ഹെയ്സിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ കാര്യങ്ങളെല്ലാം ഹെയ്സിനും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഹെയ്സിന് ഒരു ഐഡിയ തോന്നി. എന്തായാലും ഏലിയൻസ് ഇതെടുക്കാൻ വരുമെന്നത് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ആസ്ട്രോയിഡിനെ ഒരു ട്രാപ്പ് ആയിട്ട് ഉപയോഗിക്കാനാകും. അതായത് ആസ്ട്രോയിഡിനകത്ത് ബയോ വെപ്പൺ സെറ്റ് ചെയ്യണം. എന്നിട്ട് ഏലിയൻസിന് അത് വിട്ടുകൊടുക്കണം. ഏലിയൻസിന് വലിയൊരു മദർഷിപ്പ് ഉണ്ട്. അതിനുള്ളിലാണ് ഭൂരിപക്ഷം ഏലിയൻസും ഉള്ളത്. അതിനാൽ ആസ്ട്രോയിഡ് മദർഷിപ്പിൽ എത്തുന്നതും ബയോ വെപ്പൺ പൊട്ടിക്കണം. അപ്പോൾ ഏലിയൻസിനെ മൊത്തം നമുക്ക് എളുപ്പത്തിൽ നശിപ്പിക്കാൻ സാധിക്കും. ഇതാണ് ഹെയ്സിന്റെ പ്ലാൻ. അത് കേട്ടതും ദേഷ്യം വന്ന ഗേരി കമ്മ്യൂണിക്കേഷൻ ഡിവൈസും കമ്പ്യൂട്ടറുമൊക്കെ അങ്ങ് തല്ലി പൊട്ടിച്ചു കളഞ്ഞു. കാരണം യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം ഏലിയൻസും നിരപരാധികളാണ്. മറ്റൊരു ഗ്രഹം തേടിപ്പോകുന്നു എന്നല്ലാതെ ഇങ്ങനെ ഒരു ഗ്രഹവുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന കാര്യം പോലും ഭൂരിപക്ഷം പേർക്കും അറിയില്ലായിരുന്നു. ഇപ്പോഴും ആ നല്ല ഏലിയൻസ് എല്ലാം യുദ്ധത്തിനെ അനുകൂലിക്കുന്നവരല്ല. ഹെയ്സ് ബയോ വെപ്പൺ ഉപയോഗിച്ചാൽ ആ നല്ലവരായ ഏലിയൻസും ചത്തൊടുങ്ങും. അതിനാൽ ആ ബയോ വെപ്പൺ ഒരിക്കലും ഉപയോഗിക്കാൻ ഹെയ്സിനെ അനുവദിക്കരുതെന്നാണ് ഗേരി പറയുന്നത്. എന്നിരുന്നാലും കമ്പ്യൂട്ടറൊക്കെ തല്ലി പൊട്ടിച്ചതിൽ മാറ്റിന് ശരിക്കും ദേഷ്യം വന്നു. അങ്ങനെ അവൻ ഗാരിയെ പിടിച്ച് തള്ളി. അതിനിടയിൽ ഗാരിയുടെ കൈ ചെന്ന് ആസ്ട്രോയിഡിൽ ഇടിച്ചതും ആസ്ട്രോയിഡ് പെട്ടെന്ന് ആക്ടിവേറ്റ് ആയി. അപ്പോൾ ആസ്ട്രോയിഡിന്റെ ലൊക്കേഷൻ ഏലിയൻസിന് കിട്ടി. ഗാരി പണ്ടൊരു ആൻഷ്യൻ വാരിയർ ആയിരുന്നതുകൊണ്ടാണ് ഗാരി തൊട്ട ഉടനെ ആസ്ട്രോയിഡ് ആക്ടിവേറ്റ് ആയതെന്ന് സ്റ്റീവ് പറഞ്ഞു. മാറ്റ് ഹെയ്സിന്റെ ആളായതിനാൽ ഹെയ്സിന്റെ ഉത്തരവ് നമ്മൾ അനുസരിക്കണമെന്നും അതിനെ തടസ്സം നിന്നാൽ നിന്നെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞ് മാറ്റ് ഗാരിക്ക് നേർക്ക് തോക്ക് ചൂണ്ടി. എന്നാൽ ഗാരി പറഞ്ഞതുപോലെ ഹെയ്സിന്റെ പ്ലാൻ വലിയൊരു തെറ്റാണെന്നും അത് ചെയ്യാൻ നമ്മൾ അനുവദിക്കരുതെന്നും പീറ്ററും ഉപദേശിച്ചു. അങ്ങനെ പീറ്ററിന്റെ വാക്ക് കേട്ട് മാറ്റ് തോക്ക് മാറ്റി. ആസ്ട്രോയിഡ് മനുഷ്യരുടെ കയ്യിൽ കിട്ടിയാലും ഏലിയൻസിന്റെ കയ്യിൽ കിട്ടിയാലും ഡേഞ്ചറസ് ആണ്. അതിനാൽ ആസ്ട്രോയിഡിനെ നമുക്ക് തകർത്ത് കളയാമെന്ന് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു.
എന്നാൽ അപ്പോഴാണ് അവിടെ കുറെ ആൻഷ്യന്റ് വാരിയേഴ്സ് എത്തിയത്. പിന്നെ വാരിയേഴ്സും മനുഷ്യരും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റായി. ഗാരി അവന്റെ കത്തി കൊണ്ട് കുറെ പേരെ കൊന്നു. മാറ്റ് തോക്കുപയോഗിച്ച് കുറെ പേരെ വെടിവെച്ച് വീഴ്ത്തി. പീറ്റർ ആണെങ്കിൽ ഗ്യാസ് കുറ്റികൾ പൊട്ടിത്തെറിപ്പിച്ച് കുറെ പേരെ തീർത്തു. പക്ഷെ എത്ര പേരെ കൊന്നിട്ടും വീണ്ടും വീണ്ടും ഏലിയൻസ് വന്നുകൊണ്ടിരുന്നു. ഇടയ്ക്ക് വോക്സുകളും വന്ന് കുറെ ഏലിയൻസിനെ കൊന്നുകളഞ്ഞു. ഇവിടെ ബേസിൽ ഇപ്പോഴും മനുഷ്യരും ഏലിയൻസും തമ്മിൽ തീവ്രമായ യുദ്ധമായിരുന്നു. നിലത്തും ആകാശത്തും മൊത്തം തീപ്പൊരിയാണ്. അതിനിടയിൽ ബയോ വെപ്പൺസ് നിറച്ച വിമാനങ്ങളും ആക്രമിക്കാൻ റെഡിയായി നിൽപ്പുണ്ട്. അവസരം കിട്ടിയതും അവരൊരു സ്പേസ്ഷിപ്പിലേക്ക് ബയോ വെപ്പൺ നിറച്ച മിസൈൽ അയക്കുകയും ചെയ്തു. സെക്കൻഡുകൾക്കുള്ളിൽ ആ സ്പേസ്ഷിപ്പ് മൊത്തം തകർന്നു വീണു. അതിൽ നിന്നും വന്ന ബയോ വെപ്പൺസിന്റെ വാതകം കാരണം നിലത്ത് നിന്ന കുറെ ഏലിയൻസും ചത്തുപോയി. അപ്പോൾ അത്രയ്ക്കും പവർഫുൾ ആണ് ഈ ബയോ വെപ്പൺ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉടനെ ഹെയ്സിനെ പിടിച്ചുകെട്ടി ബേസിന്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ വില്യം കുറെ മിലിറ്ററിക്കാരെയും കൊണ്ട് ബേസിനകത്ത് കയറി വന്നു. അങ്ങനെ ഹെയ്സിന്റെയും വില്യമിന്റെയും ആൾക്കാർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന തക്കത്തിൽ ഹെയ്സ് നേരെ ലാബിലേക്ക് പോയി. അവിടെ കൂടുതൽ ബയോ വെപ്പൺസ് റെഡിയാക്കുകയായിരുന്നു. ഹെയ്സും കൂടെ ലാബിലുള്ളവരെ സഹായിച്ചു. അതിനിടയിൽ സെക്യൂരിറ്റിക്കാരുടെ കണ്ണ് വെട്ടിച്ച് അവിടെ അമീലിയ എത്തി. അവള് ഹെയ്സിനെ ആക്രമിക്കാൻ നോക്കി. പക്ഷെ അവൻ പുല്ല് പോലെ അവളെ ഇടിച്ചെച്ചിലാക്കി. അവസാനം അവൻ അവളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കിയപ്പോൾ അവള് ബയോ വെപ്പണിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വിഷവാതകം റിലീസ് ചെയ്യാനുള്ള ഒരു ബട്ടൺ അമർത്തി. എന്നിട്ട് ഓടിയ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വാതിലിൽ ലോക്ക് ചെയ്തു. അങ്ങനെ പുറത്തിറങ്ങാൻ കഴിയാതെ ഹെയ്സ് ആ മുറിയിൽ കിടന്ന് വിഷവാതകം ശ്വസിച്ച് മരിച്ചുപോയി. പക്ഷെ അതെങ്ങനെ ശരിയാവും? ഈ വിഷവാതകം ഏലിയൻസിനെ മാത്രം ബാധിക്കുന്ന തരത്തിൽ ബയോ എഞ്ചിനീയറിംഗ് ചെയ്ത് റെഡിയാക്കിയതാണ്. അതുകൊണ്ട് ഹെയ്സിന് ഒന്നും തന്നെ സംഭവിക്കേണ്ടതല്ല. പിന്നെങ്ങനെ ഇവൻ മരിച്ചു? എന്തായാലും ഹെയ്സ് കൊല്ലപ്പെട്ടതോടെ ഹെയ്സിന്റെ ആൾക്കാരെല്ലാം കീഴടങ്ങി. അങ്ങനെ വില്യം ബേസിന്റെ പുതിയ നേതാവായി. ഇവിടെ മാറ്റും കൂട്ടരും ഇപ്പോഴും ആൻഷ്യന്റ് വാരിയേഴ്സുമായിട്ട് ഫൈറ്റിംഗ് ആയിരുന്നു. അതിനിടയിൽ അവിടെ ഒരു വലിയ ഏലിയൻ സ്പേസ്ഷിപ്പ് വന്നു. എന്നിട്ട് സ്പേസ്ഷിപ്പിലെ ലൈറ്റ് ബീം ഉപയോഗിച്ച് ആസ്ട്രോയിഡിനെ മുകളിലേക്ക് വലിച്ചെടുത്തു. പക്ഷെ അതിന്റെ കൂടെ റിസർച്ച് സെന്ററിന്റെ വലിയൊരു ഭാഗവും കൂടെ മുകളിലേക്ക് പോയി. മാറ്റും ഗാരിയും ബെല്ലയും മുകളിലേക്ക് പോയ ഭാഗത്തിലായിരുന്നു. ഇടയ്ക്ക് ഗാരി താഴെ വീഴാൻ പോയി. അപ്പോൾ മാറ്റാണ് അവനെ രക്ഷിച്ചത്. അങ്ങനെ ആസ്ട്രോയിഡിനെ വലിച്ചെടുത്തുള്ളിലാക്കിയ ശേഷം മാറ്റിനെയും ഗാരിയെയും ബെല്ലയെയും കൊണ്ട് സ്പേസ്ഷിപ്പ് അവിടുന്ന് പറന്നുപോയി. അത് കണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ ബഡും പീറ്ററും സ്റ്റീവും താഴെ നിസ്സഹായരായിട്ട് നിൽക്കുകയായിരുന്നു. ഇവിടെ ബേസിൽ ഇപ്പോഴും യുദ്ധം നടക്കുകയാണ്. അമീലിയ ചെന്ന് സെല്ലുകളിൽ പൂട്ടിയിട്ടിരുന്ന ഏലിയൻസിനെയൊക്കെ മോചിപ്പിച്ചു. എന്നിട്ട് മനുഷ്യർക്കൊപ്പം അവരെയും കൂടി ഇവാക്യുവേറ്റ് ചെയ്തു. എല്ലാവരെയും കൊണ്ട് ഇവാക്യുവേറ്റ് ചെയ്ത് രക്ഷപ്പെട്ടു പോയ സമയം കുറെ സോൾജേഴ്സ് ബേസിൽ തന്നെ നിന്ന് ഏലിയൻസുമായിട്ട് ഫൈറ്റ് ചെയ്തു. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ ബേസിനെ മൊത്തം ഏലിയൻസ് ചാമ്പലാക്കി കളഞ്ഞു. രക്ഷപ്പെട്ടു പോയവര് ആ ദൃശ്യം അകലെ നിന്നും സങ്കടത്തോടെ കണ്ടു. ശേഷം അതിജീവിച്ചവരെല്ലാം കൂടെ നേരത്തെ കണ്ട പീറ്ററിന്റെ ഗ്രാമത്തിലെത്തി. അപ്പോഴാണ് പീറ്ററും ബഡും സ്റ്റീവും അവിടെ എത്തിയത്. പൈൻ ഗ്യാപ്പിൽ സംഭവിച്ചതെല്ലാം പീറ്റർ അമീലിയയോടും വില്യമിനോടും പറഞ്ഞു. ഇനി അധികം വൈകാതെ ആസ്ട്രോയിഡിനെ അയച്ച് ഏലിയൻസ് ഭൂമിയെ നശിപ്പിക്കാൻ നോക്കും. അതിനു മുന്നേ അവരെ തടയണമെന്ന് ബഡ് പറഞ്ഞു. അതുപോലെ തന്നെ ആസ്ട്രോയിഡിനൊപ്പം കൊണ്ടുപോയ 3 പേരെയും രക്ഷിക്കണമെന്നും അമീലിയയും പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ മാനത്ത് നോക്കി നിൽക്കുന്ന രംഗത്തോടെ സിനിമ അവസാനിക്കുകയാണ്.